ഒരു നിമിഷം നമുക്ക് ദൈവവചനം ശ്രവിക്കാം. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 3, 18 മുതലുള്ള വചനങ്ങൾ. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങിക്കുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിനെഴുതാനുള്ള അഞ്ജനവും നീ എന്നോട് വാങ്ങിക്കുക. ഒരു നിമിഷം ഈ തിരുവചനം നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. നമ്മൾ ധനികരാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നമ്മൾ വാങ്ങിക്കണം. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം അത് പരിശുദ്ധാത്മാവാണ്. ശുഭ്രവസ്ത്രങ്ങൾ നമ്മൾ വാങ്ങണം, അത് കൂദാശകളാണ്. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിനെഴുതാനുള്ള അഞ്ജനവും നമ്മൾ വാങ്ങിക്കണം, അത് ദൈവവചനമാണ്. പരിശുദ്ധാത്മാവും ദൈവവചനവും കൂദാശകളും വഴി നമുക്ക് ധനികരാകാൻ സാധിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ പാപികളായ ഞങ്ങളിലേക്ക് കൃപയായി വർഷിക്കണമേ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധാത്മാവേ, അത്യുന്നതന്റെ ശക്തിയായി ഞങ്ങളിൽ ഈ കൂട്ടായ്മയിൽ വന്നു നിറയണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നിന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട എഫാത്ത സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധരായവരെ കുറിച്ചാണ്. വിശുദ്ധരെ ജനിപ്പിക്കുന്നതിലും വളർത്തുന്നതിലും ദൈവഹിതമനുസരിച്ച് രൂപപ്പെടുത്തുന്നതിലും പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള പങ്ക് അതുല്യമാണ്. ദൈവപുത്രനെ പരിപാലിച്ച മറിയത്തിന്റെ കരങ്ങളിലൂടെയാണ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ആത്മാവും വളർന്നു വരേണ്ടത്. ദൈവവചനത്തിൽ സങ്കീർത്തനം 84:11 പറയുന്നു, ദൈവമായ കർത്താവ് സൂര്യനും പരിചയവുമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും നിഷേധിക്കുന്നില്ല എന്ന്. വിശുദ്ധാത്മാക്കളൊക്കെയും പരിശുദ്ധ അമ്മയെ യഥാർത്ഥ അമ്മയായി സ്വീകരിച്ചവരും സമ്പൂർണമായും ആ അമ്മയുടെ കൈകളിൽ സ്വയം സമർപ്പിച്ചവരുമാണ്. അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതരായവരോട് തിരുവചനം പറയുകയാണ്. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ. നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അവരെ ഭയപ്പെടുകയും വേണ്ട. നിങ്ങൾക്ക് മുൻപേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന്. ദൈവം ഒരു പ്രത്യേക വിളിയും ദൗത്യവും നൽകി ഉയർത്താൻ ആഗ്രഹിക്കുന്നവരെ വിശ്വസ്തതാപൂർവം പരിപാലിച്ചു വളർത്തുവാൻ സ്വർഗം പരിശുദ്ധ കന്യാമറിയത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് തോന്നും അമ്മയുടെ ഇടപെടലുകൾ കണ്ടാൽ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ മാക്സിമിലിയൻ കോൾവയുടെ ജീവിത സംഭവം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. റെയ്മണ്ട് എന്നായിരുന്നു കോൾവയുടെ ആദ്യത്തെ പേര്. ഒരിക്കൽ പരിശുദ്ധ കന്യാമറിയം റെയ്മണ്ടിന് പ്രത്യക്ഷപ്പെട്ടു. മാതാവിന്റെ കൈകളിൽ 2 കിരീടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് വെളുത്തതും മറ്റേത് ചുവന്നതും.
ഇവ രണ്ടും കാണിച്ചുകൊണ്ട് മാതാവ് ചോദിക്കുകയാണ്, മകനെ, ഇതിൽ നിനക്ക് ഏതു കിരീടമാണ് വേണ്ടത് എന്ന്. വെളുത്ത കിരീടം വിശുദ്ധിയുടേതും ചുവന്നത് രക്തസാക്ഷിത്വത്തിന്റേതുമായിരുന്നു. മാക്സിമിലിയൻ ഉടനെ ആവേശപൂർവം മറുപടി നൽകി, അമ്മേ, എനിക്കവ രണ്ടും വേണം. മാതാവ് സ്നേഹപൂർവം കടാക്ഷിച്ചിട്ട് അപ്രത്യക്ഷയായി. പ്രിയപ്പെട്ടവരെ, മാക്സിമിലിയന് പരിശുദ്ധ അമ്മ ഇവ രണ്ടും നൽകുക തന്നെ ചെയ്തു. കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ നരകം ലജ്ജിക്കുന്ന ഇരുണ്ട രാത്രികളിൽ പരിശുദ്ധ അമ്മ കോൾബേയ്ക്ക് കിരീടധാരണം നടത്തി. അദ്ദേഹം വിശുദ്ധനും രക്തസാക്ഷിയുമായി വിരാജിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്, എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും എന്ന്. സഭയിൽ വിശുദ്ധരെ ജനിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നു. സഭ പരിശുദ്ധ അമ്മയെ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും രാജ്ഞിയായി വണങ്ങുന്നത് എത്രയോ യുക്തം തന്നെ. പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ജീവിതങ്ങളെ അമ്മ വിശിഷ്ടമായ സ്വർഗീയ വരങ്ങളാൽ അലങ്കരിക്കുന്നു. പാപമാലിന്യങ്ങളിൽ നിന്ന് അവരെ പ്രത്യേകം സംരക്ഷിക്കുന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ നമ്മോട് പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തും, അവർ നിങ്ങളുടെ കാൽക്കീഴിൽ ചാരം പോലെയാകുമെന്ന്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിശീലനം കിട്ടിയ പുണ്യശ്രേഷ്ഠനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. യുദ്ധത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുമ്പോൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചു ജപമാല ഭക്തിയോടെ ചൊല്ലിയും അനുസരണമുള്ള നല്ല വ്യക്തിയായിട്ട് ജീവിക്കുന്ന സമയം ഒരു ദിവസം രാത്രിയിൽ പരിശുദ്ധ കന്യകാമറിയം ഉണ്ണീശോയെയും എടുത്ത് വിശുദ്ധന്റെ അടുത്തു വന്ന് ഏറെ കാര്യങ്ങൾ ഇഗ്നേഷ്യസിന് പറഞ്ഞുകൊടുത്തു. മാതാവിന്റെ ദിവ്യ പ്രേരണയാൽ തന്റെ യോദ്ധാവിന്റെ വേഷം മാറ്റി അവദരിദ്രർക്ക് നൽകി നീണ്ട കുപ്പായം ധരിച്ച് അടുത്തുള്ള ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പോയി കുമ്പസാരിച്ചു. അങ്ങനെ പരിശുദ്ധ കന്യകയുടെ പരിപാലനയിൽ ഒരു മഹാവിശുദ്ധൻ ഇന്ന് സഭയിലുണ്ടായി. അതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാൽ ക്ഷീണിക്കുകയുമില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശാരീരിക വളർച്ചയിൽ ഭൗതിക മാതാവ് നമ്മെ സഹായിക്കുന്നതിലും ഉപരിയായി കുറവുകളില്ലാത്ത വിധം ആത്മീയ വളർച്ചയിൽ നമ്മെ സഹായിക്കുന്നവളാണ് നമ്മുടെ സ്വർഗീയ അമ്മ. പരിശുദ്ധ അമ്മയ്ക്കായി ആത്മാർത്ഥമായി സ്വയം സമർപ്പിച്ചവരാരും വിശുദ്ധരാകാതിരുന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധയാകാൻ ആഗ്രഹമുണ്ടോ? അതിനുള്ള വഴി പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പണം ചെയ്യുക എന്നതാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ നമ്മോട് പറയുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയും അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഈശോ പിതാവിങ്കിലേക്കുള്ള സുനിശ്ചിതമായ പാതയായിരിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്കുള്ള സുനിശ്ചിതമായ പാതയാണ് പരിശുദ്ധ കന്യകാമറിയം. ജോസഫ് സാർത്തോ എന്ന ഒരു കൊച്ചുമിടുക്കന് വൈദികനാകാൻ ഏറെ ആഗ്രഹം. ദാരിദ്ര്യത്തിന്റെ കഠിനയാതനയിൽ കഴിഞ്ഞിരുന്ന അവന് പഠനച്ചെലവ് താങ്ങാനാകുമായിരുന്നില്ല. ആ ബാലൻ തന്റെ സങ്കടങ്ങളെല്ലാം എണ്ണി എണ്ണി പരിശുദ്ധ അമ്മയോട് പറയുമായിരുന്നു. ആരും കാണാതെ അവന്റെ സ്വന്തം മുറിയിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിച്ചു, ഓ മറിയമേ,
എന്റെ നല്ല അമ്മേ, ഈശോയ്ക്കും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വൈദികനാകുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. തുടർന്ന് രൂപതയിൽ പഠന സഹായത്തിനായി അപേക്ഷ സമർപ്പിച്ചു. എല്ലാ ദിവസവും ആ ബാലൻ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ കന്യാമറിയം ഇടപെടുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, രൂപത അധികാരികൾ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് നൽകി. ആ ബാലൻ പഠിച്ച് വൈദികനായി. ജോസഫ് സാർത്തോ ഇന്ന് സഭയുടെ അമരക്കാരനായി, വിശുദ്ധ 10-ാം പിയൂസായി, ഇന്ന് വിശുദ്ധനായി അൾത്താരയിൽ വണങ്ങുന്നു. സങ്കീർത്തന പുസ്തകം 115-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്ന്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 10-11 തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു: വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിലുദിക്കും, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധിയുണ്ടാകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ എന്ന്. പരിശുദ്ധ അമ്മ സ്വന്തം അമ്മയാണെന്നുള്ള ദൈവിക ജ്ഞാനം വിശുദ്ധാത്മാക്കളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. വിശുദ്ധ കൊസ്ത്രേസ്യ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു: അമ്മേ, ഞാനാണ് നിന്നേക്കാൾ ഭാഗ്യവതി. എന്തുകൊണ്ടെന്നാൽ ഇത്രയേറെ മഹത്വപൂർണയും സുഹൃത സമ്പന്നയുമായ അമ്മ നിനക്കുണ്ടല്ലോ, എനിക്കുണ്ടല്ലോ. എന്നാൽ നിനക്കാകട്ടെ അങ്ങനെയൊരു അമ്മ ഇല്ലല്ലോ എന്ന്. സ്വർഗീയ നാഥയെ അമ്മയായി അനുഭവിക്കുന്ന മനുഷ്യാത്മാവിന്റെ ആന്തരിക ആനന്ദമാണ് ഇവിടെ പ്രകടമാകുന്നത്. മാലാഖമാർക്കും മുഖ്യദൂതന് പോലും ലഭിക്കാത്ത ഭാഗ്യമാണ് മനുഷ്യ മക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനുഷ്യാത്മാവിന് ഏറ്റവും ആശ്വാസം പരിശുദ്ധ അമ്മയാണ്. വിശുദ്ധരെല്ലാം അവരുടെ പ്രതിസന്ധി വേളകളിൽ ആ അമ്മയുടെ സഹായം അപേക്ഷിച്ചവരുമാണ്. സുഭാഷിതം 16:7 പറയുകയാണ്: ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുമത്രേ. പ്രിയപ്പെട്ടവരെ, സുവിശേഷ ശുശ്രൂഷ ജീവിതത്തിൽ മനസ്സുമടുക്കുന്നവർക്ക് പ്രത്യാശയുടെ പ്രഭാത താരം തന്നെയാണ് പരിശുദ്ധയമ്മ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനം ഇങ്ങനെ പറയുന്നു: ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. മാതാവിനെ നാം തേടുന്നതിന് മുൻപേ തന്നെ മാതാവ് നമ്മെ തേടിയെത്തുന്നു. നാം ചോദിക്കുന്നതിലും വളരെ കൂടുതലായി അവൾ തന്റെ സാന്നിധ്യവും സഹായവും നമുക്ക് നൽകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2 പറയുന്നു: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി. പിതാവ് മകനെയും കൊണ്ട് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പതിവായിട്ട് പോകുമായിരുന്നു. അമ്മയില്ലാത്തതിന്റെ ദുഃഖത്താൽ കരഞ്ഞ ആ ബാലന് അപ്പൻ സ്വർഗീയ മാതാവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സന്ധ്യാവേളയിൽ അപ്പനും മകനും ഒരുമിച്ചിരുന്ന് ഒരേ കൊന്തയിൽ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലുമായിരുന്നു. ആ ബാലൻ തന്റെ സങ്കടങ്ങളെല്ലാം പരിശുദ്ധ അമ്മയോട് പറയുമായിരുന്നു. ഒരു ദിവസം ആ ബാലൻ അമ്മയോട് പറഞ്ഞു: അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. എന്റെ സകലതും അമ്മയുടേതാണ്. ഓ മറിയമേ,
നിന്റെ ഹൃദയം എനിക്ക് തരിക. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് പഠിച്ച് മിടുക്കനായി വൈദികനായി മാർപ്പാപ്പയുമായി. നാളുകൾ കടന്നു പോകവേ 1981 മെയ് 13 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് വൈകിട്ട് 5:13 പാപ്പ വെടിയേറ്റു വീഴവേ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാളെടുത്ത ഫോട്ടോയിൽ ഇതാ പരിശുദ്ധ അമ്മ ജോൺ പോൾ പാപ്പയെ താങ്ങിപ്പിടിച്ചിരിക്കുന്നു. സുഖം പ്രാപിച്ച പരിശുദ്ധ പിതാവ് ശരീരത്തിലേറ്റ ആ വെടിയുണ്ടകളുമായി ഫാത്തിമായിൽ തന്റെ പ്രിയ മാതാവിന്റെ പക്കലെത്തി മാതാവിന്റെ കിരീടത്തിൽ അവ സമർപ്പിച്ചു. അദ്ദേഹം ഒരിക്കൽ കൂടി പറയുകയാണ്, പരിശുദ്ധ അമ്മയെ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. കരിങ്കൽ കോറിയിൽ നിന്നും പത്രോസിന്റെ സിംഹാസനത്തിലേക്കും അവിടെ നിന്നും വിശുദ്ധ അൾത്താരയിലേക്കും ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉയർത്തപ്പെട്ടുവെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1 തിരുവചനം ഇങ്ങനെ നമ്മളോട് അരുളി ചെയ്യുന്നു, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല എന്ന്. തനിക്ക് പ്രതിഷ്ഠരാകുന്ന അൽമായരെയും വൈദികരെയും സമർപ്പിതരെയും ബാലികാബാലന്മാരെയും ദൈവീക പദ്ധതി അനുസരിച്ച് വളർത്തുന്നതിലും ഉയർത്തുന്നതിലും പരിശുദ്ധ കന്യകാമറിയം അതുല്യമായ പങ്കുവഹിക്കുന്നു. സഭാപ്രസംഗത്തിന്റെ പുസ്തകം 9 അധ്യായം 11 തിരുവചനം ഇങ്ങനെ നമ്മോട് അരുളി ചെയ്യുന്നു, സൂര്യന് കീഴെ ഓട്ടം വേഗമുള്ളവനോ യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ അനുഗ്രഹം സമർത്ഥനോ ധനം ബുദ്ധിമാനോ അല്ല ലഭിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടു എന്ന്. ആത്മീയ സമരത്തിൽ സാത്താനുമായുള്ള യുദ്ധത്തിൽ ആത്മാക്കൾക്ക് ഈശോ കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പും ശക്തവുമായ സഹായമാണ് പരിശുദ്ധ കന്യാമറിയം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ എവുപ്രാസ്യാമ്മ എല്ലാ ദിവസവും ഈശോയോടും പരിശുദ്ധ മാതാവിനോടും സ്നേഹ സംഭാഷണം നടത്തുമായിരുന്നു. അവരോട് പറയാത്ത ഒരു രഹസ്യവും എവുപ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പിശാചിനൊരാഗ്രഹം ഈ എവുപ്രാസ്യാമ്മ വഴി ഒത്തിരി ആത്മാക്കൾ സ്വർഗത്തിൽ എത്തിച്ചേരുന്നുണ്ടല്ലോ എന്ന്. അസൂയ പൂണ്ട സാത്താൻ വിശുദ്ധ എവുപ്രാസ്യാമ്മയോട് പറയുകയാണ്, നീ ഈശോയെയും മറിയത്തെയും ഉപേക്ഷിച്ചാൽ നിന്നെ ഞങ്ങൾ ശല്യപ്പെടുത്തുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, 2 മക്കബായർ 8:18 തിരുവചനത്തിൽ പറയുകയാണ്, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ എന്ന്. പരിശുദ്ധ കന്യാമറിയത്തെ ഉപേക്ഷിച്ച വ്യക്തികളുടെ ആത്മാക്കളെ എളുപ്പം കീഴ്പ്പെടുത്താമെന്ന് ഈ സാത്താൻ അറിയാമായിരുന്നു. സാത്താന്റെ ഈ കുടിലതന്ത്രം എവുപ്രാസ്യാമ്മ മനസ്സിലാക്കി. 1 യോഹന്നാൻ 4:4 എവുപ്രാസ്യാമ്മ ഉരുവിട്ടു, എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്, യേശുവിന്റെ രക്തം എന്നെ സംരക്ഷിക്കും എന്ന്. പ്രിയപ്പെട്ട അൽമായ സുഹൃത്തുക്കളെ, ബാലികാബാലന്മാരെ, നിങ്ങളെ കാത്തുപരിപാലിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേക സിദ്ധി സ്വർഗം നൽകിയിരിക്കുന്നു പോലും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:20-21 പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന്. പരിശുദ്ധ അമ്മയുമായുള്ള സൗഹൃദവും സ്നേഹവും ഉറപ്പിക്കുവാനുള്ള മാർഗങ്ങളിൽ ഒന്നാണല്ലോ ജപമാല. ദിവസവും അത്താഴത്തിന് മുമ്പ് സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്ന സ്തുത്യർഹമായ ശീലമുണ്ടായിരുന്ന ഒരു യുവ സന്യാസിയെക്കുറിച്ച് ഫ്രാൻസിസിന്റെ ദിനവൃത്താന്തത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒരു ദിവസം എന്തോ കാരണത്താൽ അദ്ദേഹത്തിന് ജപമാല ചൊല്ലുവാൻ പറ്റിയില്ല. അത്താഴം കഴിക്കാനുള്ള മണി അടിച്ചു കഴിഞ്ഞു. അത്താഴം കഴിക്കുന്നതിന് മുമ്പ് തന്റെ ജപമാല ചൊല്ലുവാൻ അനുവദിക്കണമെന്ന് ആശ്രമശ്രേഷ്ഠനോട് അപേക്ഷിച്ചു. അനുമതി ലഭിച്ച അദ്ദേഹം ജപമാല ചൊല്ലുവാനായി മുറിയിലേക്ക് പോയി. യുവസന്യാസിയെ ദീർഘനേരം കാണാഞ്ഞിട്ടും മറ്റൊരു സന്യാസിയെ ആശ്രമശ്രേഷ്ഠൻ പറഞ്ഞയച്ചു. അയാൾ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ 2 മാലാഖമാരോടൊപ്പം പരിശുദ്ധ മാതാവിന്റെ മുൻപിൽ സ്വർഗീയ പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന യുവസന്യാസിയെ കണ്ടവർ അമ്പരന്നു. ആ സന്യാസി ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും മനോഹരമായ റോസാപ്പൂക്കൾ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നു. മാലാഖമാർ അവ ഓരോന്നായി എടുത്ത് പരിശുദ്ധ മാതാവിന്റെ ശിരസിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് അവ സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ട് അവർ അത്ഭുതപ്പെട്ടു. 2 പേർക്കും എന്തു സംഭവിച്ചു എന്നറിയുവാൻ മറ്റ് 2 സന്യാസികളെ പറഞ്ഞുവിട്ടു. അവർക്കും അതിമനോഹരമായ ഇതേ കാഴ്ചകൾ തന്നെ കാണാൻ പറ്റി പോലും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനം നമ്മോട് അരുളിച്ചെയ്യുന്നു, ജ്ഞാനികൾ ആകാശവിതാനത്തിന്റെ പ്രഭ പോലെ എന്നും തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രശോഭിക്കും എന്ന്. ജപമാല മുഴുവൻ ചൊല്ലിത്തീരും വരെ മാതാവ് അവിടെ നിന്നുപോലും. സെഫാനിയ 3:19 പറയുന്നു, നിങ്ങളുടെ ലജ്ജയെ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിക്കുന്ന കീർത്തിയും ആക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാല എല്ലാ ഭക്തികളുടെയും രാജ്ഞിയാണ്. അതിനാൽ തന്നെ ജപമാല ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നുമാണ്. ക്രൈസ്തവ കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്ന സ്നേഹ ശൃംഖലയുമാണ് ജപമാല. മനുഷ്യാത്മാവിന്റെ ആത്മീയ യാത്രയിൽ ആരംഭം മുതൽ അവസാനം വരെയും സ്വർഗത്തിൽ എത്തിച്ചേരുവോളം എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ കന്യകാമറിയം അതുല്യമായ പങ്കുവഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമുക്കെന്താ ചെയ്യേണ്ടത്? 1 തെസ്സലോനി 5:16 പറയുകയാണ്, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിനെന്ന്. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നാം പിടിക്കേണ്ട കരം പരിശുദ്ധ അമ്മയുടേതാണ്. ആ കരം പിടിച്ചാൽ നമ്മുടെ യാത്ര സുഗമവും ലക്ഷ്യപ്രാപ്തി സുനിശ്ചിതവുമായിരിക്കും. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും മുന്നേറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
കഷ്ടതകൾ വരാനിരിക്കും സ്വർഗീയ മഹിമ തുലനം ചെയ്യുമ്പോൾ കഷ്ടതയെല്ലാം എത്ര നിസാരം കഷ്ടതകളിലോടുന്നതി നേടി വിശുദ്ധി എത്ര സമോന്നതം വഹിക്കുന്ന ക്ലേശങ്ങളെ നമ്മെ അവിടുന്ന് അനുഗ്രഹമാക്കണേ. വിശുദ്ധരാകാൻ വിളിച്ചു ഞങ്ങളിൽ കരുത്തു നൽകണമേ. ഉദരത്തിൽ ഈശോയെ വഹിച്ച നിർമ്മലയാമമ്മേ. മഹിമയണിഞ്ഞവരേ സ്വസ്തി, മഹിതമണഞ്ഞവരേ സ്വസ്തി, മഹിമയണിഞ്ഞവരേ സ്വസ്തി, മഹിതമണഞ്ഞവരേ സ്വസ്തി. പാരിൽ എളിമ വിശുദ്ധി പരത്തിയ പരിശുദ്ധയാകുമമ്മേ.